അച്ഛൻ്റെ രാഷ്ട്രീയം എത്രത്തോളം അണ്ണൻ്റെ സിനിമകളിൽ സ്വാധീനം വരുത്തിയിട്ടുണ്ട്? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ലാൽ സലാമും രക്തസാക്ഷികൾ സിന്ദാബാദും എഴുതണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ വേണമല്ലോ. ആ ധാരണ എനിക്ക് എൻ്റെ പിതാവിൽ നിന്ന് തന്നെ കിട്ടിയത്. കാരണം അദ്ദേഹം വർഗീസ് വൈദ്യൻ എന്ന് പറഞ്ഞ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. അത് ലാൽ സലാം ഇറങ്ങി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അന്ന് ഒരുപാട് പേരൊക്കെ വീട്ടിൽ വന്ന് കാണുമല്ലേ? ടി വി തോമസ് സ്ഥിരമായി വീട്ടിൽ വന്നു പോകുന്ന ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അന്നത്തെ എം എൻ ഗോവിന്ദൻ, അന്നത്തെ വലിയ ആൾക്കാരെല്ലാം. അപ്പോൾ അദ്ദേഹം കുട്ടനാട് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ കുട്ടനാട് കർഷക തൊഴിലാളി യൂണിയൻ, ആദ്യത്തെ കർഷക തൊഴിലാളി യൂണിയനാണ്. കുട്ടനാട്ടിൽ പോയി ചുവന്ന കൊടി കുത്തി പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് തെങ്ങി കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട്. പോലീസും അവിടുത്തെ ഗുണ്ടകളെല്ലാം കൂടെ തെങ്ങി കെട്ടിയിട്ട് അടിക്കുകയും മരിച്ചു പോകുമെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവിടും. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. പുന്നപ്ര വയലാറിൻ്റെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്നു ടി വി തോമസിൻ്റെ കൂടെ. 57-ൽ അദ്ദേഹവും നിന്നിരുന്നു. അദ്ദേഹം മാത്രം തോറ്റു, ബാക്കി എല്ലാവരും ജയിച്ചു. അല്ലെങ്കിൽ ലൈഫ് മാറിപ്പോയനെ. അല്ല, അന്ന് മന്ത്രിയാ. അപ്പം അന്ന് വലിയ വീട്ടിലെ പെൺകുട്ടി, അതാണ് ലാൽ സലാമിൻ്റെ കഥ. വലിയ വീട്ടിലെ പെൺകുട്ടിയെ വിളിച്ചിറക്കൊണ്ട് പ്രേമിച്ച് വിളിച്ചിറക്കൊണ്ട് വന്നതിൻ്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അന്ന് അച്ഛന്മാരെല്ലാം കൂടെ ഓപ്പോസിറ്റ് വോട്ട് ചെയ്തു. കുട്ടനാട്ടിൽ ഇഷ്ടംപോലെ ക്രിസ്ത്യാനികളുണ്ടല്ലോ. അപ്പോൾ അതാണ് ലൈഫ്. അപ്പോൾ ആ ലൈഫ് മുഴുവൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 57 ജനിക്കുമ്പോൾ അദ്ദേഹം കോൺട്രാക്ടറാണ്. അങ്ങനെയാണ് തോട്ടപ്പള്ളി പാലം പണിയാൻ വന്നതാണ് കൽപ്പവാടി ഒക്കെ ഉണ്ടാകുന്നത്, സ്ഥലമൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ ആ കഥകൾ മുഴുവൻ കൊച്ചിലോട്ട് കേൾക്കുകയാണ്. ഒളിവ് ജീവിതം, പോലീസ് മർദ്ദനം, മറ്റ് അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. അപ്പോൾ വേണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, വേണിച്ചേട്ടൻ കേൾക്കുന്നുണ്ട്, രാജ ഇതിനകത്തൊരു ലവ് സ്റ്റോറി ഉണ്ട്, ഇഷ്ടംപോലെ ഫൈറ്റ് ഉണ്ട്, ഒരു പ്രസ്ഥാനം, പൊളിറ്റിക്സ് ഉണ്ട്, ഒരു സിനിമയ്ക്ക് ഒരു മോഹൻലാൽ ചിത്രത്തിനുള്ള എല്ലാ ചേരുവകളും ഉണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഇതിക്ക് പിടിക്കാതെ പറയുന്നു. രവീന്ദ്ര മാഷല്ലേ മ്യൂസിക്? അതിൽ ഞാൻ പാടിയൊരു പാട്ടുണ്ടല്ലോ, എന്തായിരുന്നു? ഒരു ഫേമസ് ലവ് സോങ്ങാ. ആരോ പോരുന്നൻ കൂടെ പോരാം ഞാൻ നിന്റെ കൂടെ, ചക്കയ്ക്കുപ്പുണ്ടോ ചക്കയ്ക്കുപ്പുണ്ടോ പാടും ചെങ്ങാലിപ്പക്ഷി, കൈക്കോട്ടും കൊണ്ടേ പോരാൻ ഞാൻ കൂടെ കലിവേലക പാടുകയാ. സത്യം പറയാൻ മറന്നുപോയി. രവീന്ദ്ര മാഷ് നല്ല ഓർമ്മ. ഉഗ്രം പാട്ടായിരുന്നു. ONV സാറ്. അല്ല, അത് കഴിഞ്ഞ് രക്തസാക്ഷികൾ സിന്ദാബാദ് ചെയ്തു. പിന്നെ അത് രാധാകൃഷ്ണൻ ചേട്ടനാ. അതെ, അതില് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ ഹരുമക്കിളിയെ നേരോ നേരോ വെറുതെ പുനുതം ചെറയാതെ. അല്ല, അതിപ്പോ എനിക്ക് തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രാധാകൃഷ്ണൻ ചേട്ടനാണ് എൻ്റെ മ്യൂസിക്. പക്ഷെ അതിന്റെ കണ്ടക്ടർ മുഴുവൻ ശ്രീകുട്ടനാണ്. സത്യം, ഫുൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫുൾ നിന്ന് വരയ്ക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. വർക്ക് മുഴുവൻ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു. അതിനകത്ത് വൈകാശി തന്നല്ലോ. പിന്നെ വേറെ പാട്ടില്ലേ, പൊന്നാര്യൻ പാടം കളിയാടും കാലം വിളകൊയ്യും കന്നിക്കാത്തി ദരിരാരി താരി ദരിരാരി താരി ദാരേരാ ദാരേരാ. ആഹാ, ഓ, എല്ലാ പാട്ടുകളും അല്ലേ. എനിക്കിപ്പോ സത്യം പറഞ്ഞ കുളിര് പോരുന്നു കേട്ടോ. ഇന്നത്തെ കാലഘട്ടവും ആ പാട്ടുകളും. നമ്മള് സന്ധ്യകളിൽ ഇരിക്കുമ്പോ ഉണ്ടാകുന്ന പാട്ടുകളാണ്. അത് മോഹൻലാലിന്റെ ഒളിവ് ജീവിതം കഴിഞ്ഞിട്ട് കാമുകി മിസ് ചെയ്യുന്നതിന്റെ. അതെ, ശരിക്കും വേണിച്ചൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് ആ ഈവനിങ് ആംബിയൻസ് എല്ലാം അല്ലേ. ദൈവനിശ്ചയം. ഓക്കെ, അണ്ണൻ്റെ വിവാഹം, ഒരു പ്രണയ വിവാഹം, എങ്ങനെയാണത്? ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ലത എന്നല്ലേ പേര്, ലത നന്നായിട്ട് കുക്ക് ചെയ്ത്, എനിക്ക് തോന്നുന്നു പട്ടത്തെവിടോ താമസിച്ചു, ഫ്ലാറ്റിൽ അവിടെ ഞാൻ വന്നപ്പം മനോഹരമായ ഒരു ഭക്ഷണം കിട്ടി. പിന്നെ ഞാൻ കൽപ്പവാടിയിലെ സ്ഥിരം ആളാണ്, അത് വേറെ. എങ്ങനെയാണ് ആ വിവാഹം നടന്നത്? ഞാനന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിക്കുക. അപ്പം ഞാൻ മേടിച്ചതിനോട് ഇടയ്ക്ക് സർവകലാശാല ഇടയ്ക്ക് പഠിക്കാൻ പോകും. ഇടയ്ക്ക് അങ്ങനെ 8ാമത്തെ കൊല്ലമൊക്കെ ആകാറായി. അപ്പോൾ എൻ്റെ ഫ്ലാറ്റിന് തൊട്ടപ്പുറത്താണ് ലത. തത്തമ്മയെന്നാണല്ലോ വീട്ടിൽ വിളിക്കുന്നത്, അവിടെ താമസിക്കുന്നത്. ലത ഇങ്ങനെ തത്തമ്മ ഇങ്ങനെ കേൾക്കുകയാണ്. 8 കൊല്ലമായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആൻറ്റി ഹീറോ ഇമേജാണ് കിട്ടുന്നത്. അന്നത്തെ കാലത്ത് MBBS 8 കൊല്ലം, പിന്നെ ഇച്ചിരി വെള്ളമാണെന്നൊക്കെ. സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ അതിന് കൂട്ടുമല്ലോ. ഇപ്പം വെള്ളമാണെന്നും കുഴപ്പക്കാരനാണെന്നും അങ്ങനെ കണ്ടപ്പം സർവകലാശാല ഇറങ്ങി. ആ സിനിമ കണ്ടു, ലത കണ്ടു.
അപ്പം ആ സിനിമ ഇഷ്ടപ്പെട്ടു, കലാകാരൻ എന്നുള്ള സാധനം വന്നു. പിന്നെ എന്നെ കണ്ട കുഴപ്പക്കാരനായിട്ട് തോന്നത്തില്ലല്ലോ. അത് ഞാൻ ബ്രാക്കറ്റ് ചെയ്യുന്നു. എന്തായാലും നാളെ രാത്രി ലത വരും. അപ്പം എവിടെയോ മനസ്സിൽ അവൾക്കൊരു താല്പര്യം, എനിക്കും താല്പര്യം തോന്നി. അത് തന്നെ ഒരു പ്രണയമായി മാറി. പിന്നെ ആക്ച്വലി MBBS അവള് സിനിമാക്കാരനാവും, ഒരു സർവകലാശാല ഇറങ്ങിക്കൊണ്ടൊന്നും കലാകാരൻ പിന്നീട് ഭാവിയിൽ എഴുത്തുകാരനാവുമെന്ന് വിചാരിക്കുന്നില്ല. ഡോക്ടറാവുമല്ലോ, ഫൈനൽ ഇയർ ആയി. അപ്പൊ അവള് ഡോക്ടറാണെന്ന് വെച്ചാൽ കല്യാണം കഴിക്കുന്നത്. ലതയും പഠിക്കുകയായിരുന്നു. ലത പഠിക്കുക, അത് BCom പഠിക്കുക. അപ്പം ഡോക്ടറാണെന്ന് വിചാരിച്ചാണ് ആ വീട്ടുകാരല്ലേ, അന്നത്തെ കാലത്ത് സിനിമാക്കാരനെ കൊണ്ട് ആരും കെട്ടിക്കത്തില്ല. വലിയ പ്രശ്നം. അതെ. അപ്പം ഡോക്ടറെ കൊണ്ടാണ് കെട്ടിച്ചത്. സത്യം ഞാൻ വലിയ ചതിയാണ് ചെയ്തത്. ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഭാഗ്യത്തിന് അത് കഴിഞ്ഞ് ലാലിന്റെ പടങ്ങൾ, ലാലുമായിട്ടും മേടിച്ചിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് സർവകലാശാല, അത് കഴിഞ്ഞിട്ടാണ് ഉള്ളടക്കം. ഓ ആ. അപ്പൊ കല്യാണം കഴിഞ്ഞു. കുട്ടികളുടെ മൂത്ത മകൾ ഡോക്ടർ. അവള് ഞാനാകുന്നതിന് വരെ അവൾ ഡോക്ടറായി. അപ്പോൾ അവൾ MBBS കഴിഞ്ഞു. അവള് ഇപ്പം ഓസ്ട്രേലിയയിൽ സ്ട്രോക്കിൽ PhD എടുക്കുന്നു. അവൾ ന്യൂറോളജിയാണ്. അപ്പോൾ അവള് മാരി ചെയ്തിരിക്കുന്ന ഡോക്ടറാണ്. പിന്നെ 2 ആൺപിള്ളേർ. ഒരാൾ B.Tech കഴിഞ്ഞു, ഒരാൾ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു. 2 പേർക്ക് സിനിമയോട് താല്പര്യമുണ്ട്. ഞാൻ വലിയ പാതകം ചെയ്തു. ഞാൻ പയ്യെ അതിൽ നിന്ന് വലിയ താല്പര്യം പ്രോത്സാഹിപ്പിച്ചില്ല. നോന്നും പറഞ്ഞില്ല, പ്രോത്സാഹിപ്പിച്ചില്ല. അതിന് കാരണമുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ഇപ്പം അറിയാം, എല്ലാ വെള്ളിയാഴ്ച ഇഷ്ടംപോലെ സിനിമകളാണ്. ഒരു പടം ഒന്നാമത് ഡയറക്ടറുടെ കൂടെ വർഷങ്ങൾ നിൽക്കണം, ഒരു പ്രൊഡ്യൂസറിനെ കണ്ടെത്തണം, ഒരു പടം ഓടണം. ആദ്യത്തെ പടം ഓടിയില്ലെങ്കിൽ ചിലപ്പോൾ ജന്മത്തയാൾ പിന്നെ ആ സിനിമ ചെയ്യണമെന്നില്ല. അല്ല, എത്ര പേര് വീട്ടിലിരിപ്പുണ്ട്. ചിലപ്പോൾ ആദ്യത്തെ കയറി ഓടും, രണ്ടാമത്തെ പടം ഫ്ലോപ്പ് ആകുന്നിരിക്കും. അയാൾ ചിലപ്പോൾ ജന്മത്തിൽ സിനിമ ചെയ്യത്തില്ല. അപ്പോഴത്തേക്ക് അയാൾ കല്യാണം കഴിച്ച് കൊച്ചാകും. എങ്ങനെ എന്തൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും തൊഴിൽ കണ്ടുപിടിക്കുക. B.Tech കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇത് പാഷനായിട്ട് ചെയ്തോളൂ. ഇപ്പം ഞാൻ ശ്രീകുട്ടനൊക്കെ എത്ര ഭാഗ്യവാനാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇപ്പോഴത്തെ പാട്ടുകാരുടെ പേര് പോലും എനിക്കറിയത്തില്ല. അല്ല ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും പുതിയ അവർ പാട്ടുകാരല്ലെന്നോ അവർ മോശക്കാരായിട്ടെന്നോ, ഇങ്ങനെ പുതിയ വന്ന് പിള്ളേർ വന്ന് കയറുകയാണ്. അപ്പം അതിനകത്തൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഇനി എന്തൊരു പാടായിരിക്കും. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ. ശ്രീയാൻ കൽപ്പവാടി എന്നുള്ള പേര് അന്നങ്ങ് കയറി. അത് ലോകദാസിന്റെ കഴിഞ്ഞ് അങ്ങനെ ഒരു ഗ്രൂപ്പ്. ഇപ്പം അടുപ്പിച്ച് ലിസ്റ്റിൽ വന്നു. ഇപ്പൊ അടുപ്പിച്ച് ഹിറ്റുകൾ വരുമ്പോഴാണ് നമ്മൾ ഒരു നടനായാലും ഒരു നടിയായാലും ഒക്കെ ഉണ്ടാവും, ആരായാലും ഏത് കാറ്റഗറി ആയാലും അങ്ങനെ. അതുകൊണ്ട് പുതിയ തലമുറയോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കണം, പഠിച്ച് നിങ്ങളുടെ പ്രൊഫഷൻ ഉണ്ടാക്കിയിട്ട് ഇതൊരു പാഷനായിട്ട് കണ്ടോളൂ.